ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. വേറൊന്നുമല്ല, നമ്മളുടെ നാടൻ രീതിയിൽ കുരുമുളകിട്ട് പരട്ടി കുറച്ച് ചാറോട് കൂടി വയ്ക്കുന്ന ഒരു ചിക്കൻ കറിയാണ്. നമുക്കിത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ, ചപ്പാത്തി, ചോറ്, പത്തിരി അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ കേട്ടോ. അപ്പോൾ അതാ നമ്മളുടെ നാടൻ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് 1.5 കിലോ ചിക്കനെ നന്നായി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതെന്താ ഇങ്ങനെ ഒരു കളറെന്ന്. വേറെ ഒന്നുമല്ല, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. ഒരു അരമണിക്കൂർ ഞാനിങ്ങനെ വെക്കാറുണ്ട്. അപ്പോൾ അണുവിമുക്തമാക്കാൻ എന്നല്ലാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് കിടക്കാം. വേറെ ഒന്നുമല്ല, ഇതിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അങ്ങനെ കുറേ ഐറ്റംസ് ഒന്നുമില്ല കേട്ടോ. നമുക്ക് സവോള വേണം, തക്കാളി വേണം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയാണ് ഇപ്പോൾ കാണിച്ചിരുന്നത്. അപ്പോൾ സവോള ഞാൻ മീഡിയം സൈസ് ഉള്ളതാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ കട്ട് ചെയ്യുക. പിന്നെ വേണ്ടത് ഒരു വലിയ തക്കാളി, അതിങ്ങനെ കട്ട് ചെയ്യുക. ഇനി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ആ വക ഐറ്റംസൊക്കെ ഒന്ന് ചതച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഇഞ്ചി മാത്രം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക് 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇഞ്ചി മീഡിയം സൈസ് വലിപ്പമുള്ളത്, അതായത് അധികമൊന്നുമില്ല, ഒരു 1.5 ഇഞ്ചൊക്കെ വലിപ്പമുള്ളത് എടുത്താൽ മതി. പിന്നെ വെളുത്തുള്ളി അതിപ്പോൾ ഒരു 5-6 അല്ലി, ഇല്ലെങ്കിൽ ചെറുതാണെങ്കിൽ ഒരു 8 അല്ലി, അത്ര എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഒരു ഒരലോ ഇല്ലെങ്കിൽ അതുപോലെ തന്നെ മിക്സിയുടെ കുഞ്ഞി ജാറോ ഏതായാലും കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ ഒരലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകം, ചെറിയ കഷ്ണം പട്ട, അതുപോലെ തന്നെ കറിയാമ്പൂ 3 എണ്ണം, പിന്നെ ഏലക്കായ 1 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ചതച്ചെടുക്കുക. കണ്ട ഇതുപോലെ എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ നമ്മൾ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞു. ഇനി അടുത്ത് എന്താണ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ടൊരു കടായി വെക്കുക. പിന്നെ ഒരു കാര്യം, നമ്മൾ ചതച്ചില്ലേ, അതിൽ കുരുമുളക് ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ 2ാമത് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് പറയണത്. 1 ടീസ്പൂണോളം കുരുമുളകും കൂടി ഇട്ടിട്ടാണ് ചതച്ചത്. നമ്മളെല്ലാം ചതച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ കുരുമുളക് ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഇതാ കടായി വെച്ചു. അത് ചൂടായപ്പോൾ എന്താണ് ചെയ്തത്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ ഐറ്റംസും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇളക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വാടി കിട്ടും. ഇനി ഇതാ ചതച്ചത് എല്ലാ ഐറ്റംസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു മണമാണ് ഈ ചതച്ച ഐറ്റംസിൻ്റെ ഒക്കെ കേട്ടോ. അപ്പോൾ ഇതും കൂടെ അതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ദാ ഇതേ പരിവാവണ സമയത്തെ അടുത്ത പരിപാടി എന്താണ്, നമ്മളുടെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാറായി. അപ്പോൾ മസാലപ്പൊടികൾ വേറെ ഒന്നുമില്ല, നമ്മളെ സാധാരണ മല്ലിപ്പൊടി 2.5 ടേബിൾ സ്പൂണോളം, പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. അടുത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇത് ഗരം മസാല ഉണ്ടല്ലോ, അത് പൊടിച്ചതില്ലേ, അതൊരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ മെയിൻ താരം ഇതാണ് കുരുമുളക് പൊടി. അപ്പോൾ കുരുമുളകിൻ്റെ എരിവൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ശരിക്കും ഇതിൻ്റെ പേരെന്താ, പെപ്പർ ചിക്കൻ. അപ്പോൾ പെപ്പർ ഒന്ന് മുന്തി നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ ഇളക്കുക. അപ്പോൾ ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ നോക്കുക, അല്ലെങ്കിൽ അടി പിടിക്കും, പെട്ടെന്ന് തന്നെ കരിഞ്ഞു കയറും. അപ്പോൾ ഇനി അടുത്തത് ചിക്കനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാറായി. അപ്പോൾ ചിക്കൻ കഴുകി വൃത്തിയാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതിൽ തന്നെ വെള്ളം ഇറങ്ങും, മൂടി വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഇറങ്ങും. അപ്പോൾ തീരെ നിവൃത്തിയില്ല, അടി പിടിക്കുന്ന പാത്രമൊക്കെ ആണെങ്കിൽ ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി മൂടി വെച്ച് കൊടുക്കുക, അത്രയേ വേണ്ടൂ. അപ്പോൾ അതാ ചിക്കൻ ഇതിലേക്ക് എല്ലാം ഇട്ട് കൊടുക്കട്ടെ. അതിന് ശേഷം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഈ മസാലക്കൂട്ടൊക്കെ അതിനെ പിടിക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ചിക്കൻ മുകളിലിട്ട കാരണം അടിയിൽ നന്നായിട്ട് മസാലയൊക്കെ ഉണ്ട്. അപ്പോൾ ആ മസാലയൊക്കെ മുകളിലേക്ക് ഇതേപോലെ ആവും വിധത്തിൽ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ അടച്ചു വെക്കട്ടെ. ഇതുപോലെ അങ്ങനെ അടച്ചു വെക്കുക ഒരു 15 മിനിറ്റ് കേട്ടോ. ഇനി നമുക്ക് ഒരു കാര്യം കൂടിയും വേണം, കാഷ്യൂനട്ട് പേസ്റ്റ് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ. ഞാൻ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. 1/2 മുറി തേങ്ങയുടെ പാലാണ്, നല്ല കട്ടിപ്പാൽ. കാഷ്യൂനട്ടൊക്കെ ആണെങ്കിൽ ഒരു 10 എണ്ണം എടുത്തിട്ട് 1/4 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്തിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ, അത് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇനി വീണ്ടും അടച്ചു വെക്കുക. ഇപ്പോൾ അതാ നമ്മൾ തുറക്കുകയാണ്. 15 മിനിറ്റിന് ശേഷമുള്ള തുറന്നതാണ് ഈ കാണുന്നത്. കണ്ട നിറച്ച് വെള്ളമൊക്കെ ആയി. നമ്മൾ വെള്ളം തുള്ളി പോലും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇനിയാണ് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പകുതി പാൽ ഒഴിച്ചു കൊടുത്തു. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കട്ടെ. അതിന് ശേഷം ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് എന്ന് പറയുന്നത് നാടൻ ടേസ്റ്റുള്ള പെപ്പർ ചിക്കനാന്ന് പറഞ്ഞുല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ ഈ തേങ്ങാപ്പാലിൽ കിടന്ന് കുറുകി വറ്റിയെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇനി ബാക്കിയുള്ള കൂടി ഒഴിച്ചു കൊടുക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടുള്ളത് ഒഴിച്ചു കൊടുക്കുക, വീണ്ടുള്ള പാൽ.
ഇനി വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് പകുതി വേവേ ആയിട്ടുള്ളൂ. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ അതാ നമ്മളുടെ നാടൻ പെപ്പർ ചിക്കൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇത് പെപ്പർ ചിക്കൻ പോലെയൊന്നും ഇല്ലല്ലോ എന്ന്. പക്ഷേ നല്ല ടേസ്റ്റാണ് സംഭവം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും. കഴിഞ്ഞിട്ടില്ല. ഇനി ഇതിലേക്ക് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചതച്ച വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലും വിതറി കൊടുക്കുക. അപ്പോൾ അത് ഇല്ലാച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ വറ്റൽമുളക് ഇങ്ങനെ ഇടയ്ക്ക് അങ്ങോട്ട് ഈ കറിയിൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. അപ്പോൾ ഞാൻ അത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇനി കുറച്ച് നേരം മിണ്ടാടെ മൂടി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാറാകുമ്പോൾ തുറന്നിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റായി റെഡിയായി കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു കറി തന്നെയാണ്. എന്തായാലും ട്രൈ ചെയ്യുക. ഞാൻ മൂടി തുറക്കാൻ പോവാണ്. കുറച്ച് നേരം മൂടി വെച്ചതാണ്. കണ്ട നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി നാടൻ പെപ്പർ ചിക്കൻ റെഡി. അപ്പോൾ നാളെ ഈസ്റ്റർ ആണ്. എല്ലാവരും വീട്ടിൽ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ സന്തോഷത്തോടെ സേഫായി ഇരിക്കുക. താങ്ക്